ഹായ് ഫ്രണ്ട്സ്, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഇവാലുവേഷൻ സ്ട്രാറ്റജീസ്. ഓക്കെ, അപ്പോൾ ഇവാലുവേഷൻ സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ ഫങ്ഷൻസിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ രീതിയിലാണ് നമ്മൾ ആ ഫങ്ഷൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇവാലുവേഷൻ സ്ട്രാറ്റജീസിനകത്ത് വരുന്നത്. അതായത് ദർ ആർ മെനി പോസിബിൾ ഇവാലുവേഷൻ സ്ട്രാറ്റജീസ് ഫോർ ഇവാലുവേറ്റിംഗ് എ പ്രോഗ്രാം ബേസ്ഡ് ഓൺ എക്സിക്യൂഷൻ സ്പീഡ്, പ്രോഗ്രാം കറക്റ്റ്നെസ് എക്സെട്ര. ഓക്കെ, ഒരു പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ സ്പീഡിനനുസരിച്ചും പ്രോഗ്രാമിൻ്റെ കറക്റ്റ്നെസ്സിനനുസരിച്ചും ഒക്കെ, അതായത് എത്ര ആക്യുറസി വേണം എന്നുള്ളതിനനുസരിച്ചും ഒക്കെ പല ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ സ്ട്രാറ്റജീസ് നമ്മൾ പോസിബിളാണ്. അതിൽ തന്നെ എല്ലാ ഇവാലുവേഷൻ സ്ട്രാറ്റജീസിനെയും 2 ക്ലാസ്സസ് ആയിട്ട് മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: സ്ട്രിക്റ്റ് ഇവാലുവേഷനും നോൺ സ്ട്രിക്റ്റ് ഇവാലുവേഷനും. ഈ നോൺ സ്ട്രിക്റ്റ് സ്ട്രാറ്റജി തന്നെയാണ് ലേസി ഇവാലുവേഷൻ എന്നും അറിയപ്പെടുന്നത്. അതായത് അതിനകത്ത് വരുന്ന ഒരു ടൈപ്പ് ഓഫ് സ്ട്രാറ്റജിയാണ് ലേസി ഇവാലുവേഷൻ എന്ന് പറയുന്നത്. സ്ട്രിക്റ്റ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം അതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് എല്ലാം തന്നെ ഇവാലുവേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പം നമ്മൾ ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് ഇപ്പോൾ ചിലപ്പോൾ എക്സ്പ്രഷൻസ് കൊടുക്കാറുണ്ട്, ചിലപ്പോൾ വാല്യൂ ആയിരിക്കും പാസ് ചെയ്യുന്നത്. ഇങ്ങനെ പല ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റ്സ് നമ്മൾ പാസ് ചെയ്യും. ഇപ്പോൾ ഇൻ കേസ് വാല്യൂ ആണെങ്കിൽ അവിടെ വലിയ ഇവാലുവേഷൻ വരുന്നില്ല. പക്ഷേ എക്സ്പ്രഷനാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ആ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തിട്ട് ആ വാല്യൂ ആയിരിക്കണം ഫംഗ്ഷനിലേക്ക് എത്തേണ്ടത്. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ എങ്കിൽ മാത്രമേ ഫംഗ്ഷൻ ഇവാലുവേഷൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അങ്ങനത്തെ ഇവാലുവേഷൻ സ്ട്രാറ്റജിയാണ് സ്ട്രിക്റ്റ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അതേസമയം ലേസി ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർഗ്യുമെൻറ്റ്സ് നമ്മൾ കൊടുത്തതുപോലെ തന്നെ പാസ് ചെയ്യും. എന്നിട്ട് എപ്പോഴാണോ ആ ആർഗ്യുമെൻറ്റിൻ്റെ വാല്യൂ ആവശ്യമായിട്ട് വരുന്നത് ആ സമയത്ത് മാത്രം അതിൻ്റെ ഇവാലുവേഷൻ ചെയ്യും. അങ്ങനത്തെ ഇവാലുവേഷനാണ് ലേസി ഇവാലുവേഷൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 ക്ലാസിഫിക്കേഷനിലുള്ള ഇവാലുവേഷൻ സ്ട്രാറ്റജീസ് ആണുള്ളത്: സ്ട്രിക്റ്റ് ഇവാലുവേഷൻ ആൻഡ് ലേസി ഇവാലുവേഷൻ. സ്ട്രിക്ട്നെസ് ആൻഡ് ലേസി ഇവാലുവേഷൻ. Subcomponents of many expressions can be evaluated in more than one order. ഇപ്പോൾ നമ്മൾ ഒരു എക്സ്പ്രഷൻ കൊടുക്കുമ്പോൾ അതിനകത്ത് സബ് എക്സ്പ്രഷൻസ് ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷന് തന്നെ ഒന്നിലധികം ഓപ്പറേറ്റേഴ്സൊക്കെ വരുന്നുണ്ട് എങ്കിൽ അതിനെ പല ഓർഡറിൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഓർഡറിനെ ബേസ് ചെയ്തിട്ട് എന്തൊക്കെ ടൈപ്പാണ് ഉള്ളതെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതായത് ആപ്ലിക്കേറ്റീവ് ഓർഡർ ഇവാലുവേഷനും ഉണ്ട്, നോർമൽ ഓർഡർ ഇവാലുവേഷനും ഉണ്ട്. ഓക്കെ, ആപ്ലിക്കേറ്റീവ് ഓർഡർ ഇവാലുവേഷൻ എന്ന് പറയുമ്പോഴത്തേനും ഫംഗ്ഷനിലേക്ക് ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവാലുവേഷൻ നടക്കുന്നതാണ് ആപ്ലിക്കേറ്റീവ് ഓർഡർ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. നോർമൽ ഓർഡർ ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർഗ്യുമെൻറ്റ്സിനെ ഇവാലുവേറ്റ് ചെയ്യാതെ തന്നെ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്ത് വിടുന്നതാണ് നോർമൽ ഓർഡർ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഈ നോർമൽ ഓർഡർ ഇവാലുവേഷനെ തന്നെയാണ് ലേസി ഇവാലുവേഷൻ എന്നും പറയുന്നത്. ഇപ്പം സ്കീം എന്ന് പറയുന്ന ലാംഗ്വേജിനകത്ത് ആപ്ലിക്കേറ്റീവ് ഓർഡറാണ് മിക്കവാറും ഉള്ള കേസസിലെല്ലാം തന്നെ യൂസ് ചെയ്യുന്നത്. അതായത് ആർഗ്യുമെൻറ്റ്സ് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നത്. ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആർഗ്യുമെൻറ്റ്സിനെ ഇവാലുവേറ്റ് ചെയ്തിട്ടായിരിക്കും പാസ് ചെയ്യുന്നത്. അതാണ് ആപ്ലിക്കേറ്റീവ് ഓർഡർ ഇവാലുവേഷൻ എന്നറിയപ്പെടുന്നത്. ഇനി ആപ്ലിക്കേറ്റീവ് ആൻഡ് നോർമൽ ഓർഡർ ഇവാലുവേഷൻ എക്സാമ്പിളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഡബിൾ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആ ഡബിളിനകത്ത് എക്സ് ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്യുന്നുണ്ട്. എക്സ് ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്തിട്ട് അതിൻ്റെ ബോഡിയിൽ ചെയ്യുന്നത് അതിൻ്റെ ഡബിൾ കാണുവാണ്. ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു വാല്യൂ കൊടുത്താൽ എക്സ് പ്ലസ് എക്സ്, ഓക്കെ, അതിൻ്റെ ഇരട്ടി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതാണ് ഈ ഫംഗ്ഷൻ ചെയ്യുന്നത്, ഡബിൾ ഫംഗ്ഷൻ ചെയ്യുന്നത്. സോ അപ്പം ഈ എക്സ്പ്രഷനെ ആപ്ലിക്കേറ്റീവ് ഓർഡറിലാണ് ഇവാലുവേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ആപ്ലിക്കേറ്റീവ് ഓർഡർ എന്ന് പറയുമ്പോഴത്തേനും ഫംഗ്ഷനിലേക്ക് ആ വാല്യൂ പാസ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ അതിനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് ആ വാല്യൂ ആയിരിക്കും പാസ് ചെയ്യുന്നത്. അപ്പോൾ സ്കീമിനകത്ത് അങ്ങനെയാണ് നോർമലി ചെയ്യുന്നത്. സോ ഇപ്പം അത് നമ്മൾ കോൾ ചെയ്യുമ്പോൾ ഡബിൾ സ്റ്റാർ 3 4 എന്ന് പറഞ്ഞാണ് കോൾ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് 3 × 4 ചെയ്തതിന് ശേഷം അതിനെ ഡബിളിലേക്ക് പാസ് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യണം. അപ്പോൾ ആപ്ലിക്കേറ്റീവ് ഓർഡറിനകത്താണെങ്കിൽ ഈ എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് ആ കിട്ടുന്ന വാല്യൂ ആയിരിക്കും ഈ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 3 × 4 12 കിട്ടും. അപ്പോൾ ആ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ആർഗ്യുമെൻ്റായിട്ട് കൊടുക്കുന്നത് 12 ആയിരിക്കും കൊടുക്കുന്നത്. സോ ആ ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പം +12 + 12 അല്ലേ, അതായത് 12 + 12 ആയിട്ട് എടുക്കും, വിച്ച് ഈസ് 24. അപ്പോൾ ഈ നമുക്ക് കിട്ടുന്ന റിസൾട്ട് 24.
അപ്പോൾ ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് ആപ്ലിക്കേറ്റീവ് ഓർഡർ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഇനി നോർമൽ ഓർഡർ ഇവാലുവേഷൻ്റെ കേസിലാണെങ്കിൽ നമ്മളിപ്പം *3 4 എന്ന് പറയുന്ന എക്സ്പ്രഷൻ കൊടുക്കുന്നു, അത് അതുപോലെ തന്നെ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അപ്പം എക്സിന് പകരം *3 4 ആയിരിക്കും ഇവിടെ നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത്. ദെൻ അതിനുശേഷം ഇനി ഇതിനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ഈ എക്സ്പ്രഷൻസ് ഇവാലുവേറ്റ് ചെയ്താൽ മാത്രമേ ഈ ഹോൾ എക്സ്പ്രഷൻ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യും, ആദ്യത്തെ 3 × 4 ചെയ്തു, അത് 12 കിട്ടി. അടുത്ത 3 × 4 അങ്ങനെ തന്നെ നിൽക്കുവാണ്. അടുത്ത സ്റ്റെപ്പിലാണ് ഈ 3 × 4 ചെയ്യുന്നത്, അപ്പോൾ 12 കിട്ടി. ദെൻ അതിനുശേഷം 12 + 12 24 കിട്ടുന്നു. ഓക്കെ, ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനാണ് നോർമൽ ഓർഡർ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 × 4 തന്നെ 2 തവണയാണ് ഇവിടെ പെർഫോം ചെയ്യേണ്ടി വന്നത്. സോ ഇറ്റ് ഈസ് എൻഡിങ് അപ്പ് വിത്ത് എക്സ്ട്രാ വർക്ക്. ഓക്കെ, നോർമൽ ഓർഡർ കോസസ് ഇവാലുവേറ്റ് 3 × 4 ട്വൈസ്. 2 തവണ 3 × 4 ഇവാലുവേറ്റ് ചെയ്തു. പക്ഷേ നേരത്തെ പറഞ്ഞ ഈ ആപ്ലിക്കേറ്റീവ് ഓർഡറിലാണെങ്കിൽ ഈ ഒരു എക്സ്പ്രഷൻ ഒരു തവണ മാത്രമാണ് ഇവാലുവേറ്റ് ചെയ്തത്, എന്നിട്ട് ആ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ അതല്ല, 2 തവണ ഇവാലുവേറ്റ് ചെയ്യേണ്ടി വന്നു. ഓക്കെ, അതാണ് നോർമൽ ഓർഡർ ഇവാലുവേഷൻ എന്നറിയപ്പെടുന്നത്. ഇനി സ്ട്രിക്റ്റ് ആൻഡ് നോൺ സ്ട്രിക്റ്റ് ഫങ്ഷൻസ്. സ്ട്രിക്റ്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ if it is undefined when any of its arguments is undefined. നമ്മളൊരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് ഡിഫൈൻഡ് അല്ല എങ്കിൽ ആ ഫങ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫങ്ഷൻസിനെയാണ് സ്ട്രിക്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഫെയിൽസ് ടു ടെർമിനേറ്റ് ഓർ എൻകൗണ്ടേഴ്സ് ആൻ എറർ. അതായത് നമ്മൾ ഒരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല എങ്കിൽ ആ ഫങ്ഷൻ ഒന്നുകിൽ എറർ കാണിക്കും, അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യാതെ വരും. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫങ്ഷൻസിനെയാണ് സ്ട്രിക്റ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫങ്ഷൻ യൂസ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് എല്ലാം തന്നെ സേഫായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. ഇറ്റ് റിസൾട്ട്സ് വിൽ നോട്ട് ഡിപ്പെൻഡ് ഓൺ ഇവാലുവേഷൻ ഓർഡറിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കാരണം ആദ്യമേ തന്നെ നമ്മൾ ആർഗ്യുമെൻറ്റ്സ് എല്ലാം ഡിഫൈൻ ചെയ്താണ് വിടുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇവാലുവേഷൻ ഓർഡറിന് അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇനി ഒരു ഫങ്ഷൻ നോൺ സ്ട്രിക്റ്റ് ആവണമെങ്കിൽ നമുക്ക് ചില സമയത്തെങ്കിലും ആ ഫങ്ഷനിലേക്ക് ആർഗ്യുമെൻറ്റ്സ് ഡിഫൈൻ ചെയ്യാതെ പാസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫങ്ഷൻസിനെയാണ് നോൺ സ്ട്രിക്റ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്ട്രിക്റ്റ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് യൂസ് ചെയ്യുന്ന എല്ലാ ഫങ്ഷൻസും എപ്പോഴും സ്ട്രിക്റ്റ് ഫങ്ഷൻസ് ആയിരിക്കും. അതേസമയം നോൺ സ്ട്രിക്റ്റ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നോൺ സ്ട്രിക്റ്റ് ഫങ്ഷൻസും ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ആയിരിക്കും നോൺ സ്ട്രിക്റ്റ് ലാംഗ്വേജ് എന്ന് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഒരു ലാംഗ്വേജ് ഓൾവേസ് ഇവാലുവേറ്റ്സ് എക്സ്പ്രഷൻസ് ഇൻ ആപ്ലിക്കേറ്റീവ് ഓർഡർ, ദെൻ എവറി ഫങ്ഷൻ ഈസ് ഗ്യാരണ്ടീഡ് ടു ബി സ്ട്രിക്റ്റ്. നമ്മളിപ്പം ഒരു ലാംഗ്വേജിനകത്ത് എല്ലാ എക്സ്പ്രഷൻസിനെ ആപ്ലിക്കേറ്റീവ് ഓർഡറിലാണ് ഇവാലുവേറ്റ് ചെയ്യുന്നതെങ്കിൽ, ആപ്ലിക്കേറ്റീവ് ഓർഡർ എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആർഗ്യുമെൻറ്റ്സ് ഇവാലുവേറ്റ് ചെയ്തിട്ടായിരിക്കും പാസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ അതിനകത്തുള്ള ഫങ്ഷൻസ് എല്ലാം ഉറപ്പായിട്ടും സ്ട്രിക്റ്റ് ഫങ്ഷൻസ് ആണെന്ന് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും. ബിക്കോസ് വെനെവർ ആൻ ആർഗ്യുമെൻറ്റ് ഈസ് അൺഡിഫൈൻഡ് ഇറ്റ്സ് ഇവാലുവേഷൻ വിൽ ഫെയിൽ. അപ്പം അങ്ങനെയുള്ള ഫങ്ഷൻസിനകത്ത് ആർഗ്യുമെൻറ്റ്സ് അൺഡിഫൈൻഡ് ആയിട്ട് പോകുമ്പോഴത്തേനും ഉറപ്പായിട്ടും അതിൻ്റെ ഇവാലുവേഷൻ ഫെയിലാവും. സോ അങ്ങനത്തെ ലാംഗ്വേജിനകത്താണെങ്കിൽ സ്ട്രിക്റ്റ് ഫങ്ഷൻസ് ആയിരിക്കും നമ്മളെപ്പോഴും കൊടുക്കുന്നത്. അതേസമയം നോൺ സ്ട്രിക്റ്റ് ലാംഗ്വേജിൻ്റെ കേസിലാണെങ്കിൽ ആപ്ലിക്കേറ്റീവ് ഓർഡർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിനകത്ത് ഫങ്ഷൻസ് എന്ന് പറയുന്നത് നോൺ സ്ട്രിക്റ്റ് ഫങ്ഷൻസ് ആണ്. അപ്പോൾ ഇറ്റ് മസ്റ്റ് യൂസ് നോർമൽ ഓർഡർ ടു അവോയ്ഡ് ഇവാലുവേറ്റിംഗ് അൺനീഡഡ് ആർഗ്യുമെൻറ്റ്സ്. നമുക്ക് ആവശ്യമില്ലാത്ത ആർഗ്യുമെൻറ്റ്സിനെ ഇവാലുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനകത്ത് ആപ്ലിക്കേറ്റീവ് ഓർഡർ യൂസ് ചെയ്യാൻ പറ്റില്ല, പകരം നോർമൽ ഓർഡറാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ അതായത് ഇവാലുവേഷൻ സ്ട്രാറ്റജിയെ ബേസ് ചെയ്ത് 2 ക്ലാസിഫിക്കേഷൻ ഓഫ് ലാംഗ്വേജസ് ഉണ്ട്, സ്ട്രിക്റ്റ് ലാംഗ്വേജും നോൺ സ്ട്രിക്റ്റ് ലാംഗ്വേജ്. സ്ട്രിക്റ്റ് ലാംഗ്വേജ് എന്ന് പറയുമ്പോഴത്തേനും അതിനകത്ത് യൂസ് ചെയ്യുന്ന ഫങ്ഷൻസ് എല്ലാം തന്നെ സ്ട്രിക്റ്റ് ഫങ്ഷൻസ് ആയിരിക്കും. സ്ട്രിക്റ്റ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ഫങ്ഷനിലേക്ക് ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യണമെങ്കിൽ അതിനകത്തുള്ള ഒരു ഫങ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യണമെങ്കിൽ അതിനകത്തേക്ക് പാസ് ചെയ്യുന്ന എല്ലാ ആർഗ്യുമെൻറ്റ്സും ഓൾറെഡി ഡിഫൈൻഡ് ആയിരിക്കണം.
ഓക്കെ. നോൺ സ്ട്രിക്റ്റ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നോൺ സ്ട്രിക്റ്റ് ഫങ്ഷൻസിനെയും പെർമിറ്റ് ചെയ്യും. നോൺ സ്ട്രിക്റ്റ് ഫങ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേനും ഒരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്യാനായിട്ട് അതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് ഡിഫൈൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഓക്കെ. അപ്പോൾ ഏതെങ്കിലും, അതായത് ഒരു സ്ട്രിക്റ്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു സ്ട്രിക്റ്റ് ലാംഗ്വേജിനകത്താണെങ്കിൽ ആപ്ലിക്കേറ്റീവ് ഓർഡർ ഓഫ് എക്സ്പ്രഷൻ ഇവാലുവേഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. നോൺ സ്ട്രിക്റ്റ് ലാംഗ്വേജിനകത്ത് പക്ഷേ ആപ്ലിക്കേറ്റീവ് ഓർഡർ യൂസ് ചെയ്യാൻ പറ്റില്ല, പകരം നോർമൽ ഓർഡർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി ML സ്കീമും, ML എന്ന് പറയുന്ന ലാംഗ്വേജും സ്കീമും സ്ട്രിക്റ്റ് ലാംഗ്വേജസ് ആണ്. മിറണ്ട, ഹാസ്കൽ ഇത് രണ്ടും നോൺ സ്ട്രിക്റ്റ് ലാംഗ്വേജസ് ആണ്. ഓക്കെ. ദെൻ ലേസി ഇവാലുവേഷൻ. ലേസി ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഒരു നോൺ സ്ട്രിക്റ്റ് ഇവാലുവേഷൻ സ്ട്രാറ്റജിയാണ്. ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ്പ്രഷൻ്റെ ഇവാലുവേഷന് അതിൻ്റെ വാല്യൂ എവിടെയാണോ ആവശ്യം വരുന്നത് അതുവരെ അതിൻ്റെ ഇവാലുവേഷൻ ഹോൾഡ് ചെയ്ത് വെക്കും. ഓക്കെ. എന്നിട്ട് എപ്പോഴാണോ നമുക്ക് അതിൻ്റെ വാല്യൂ ആവശ്യമായിട്ട് വരുന്നത് ആ സമയത്ത് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ സ്ട്രാറ്റജിയാണ് നോൺ സ്ട്രിക്റ്റ് ഇവാലുവേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതിനെ തന്നെയാണ് നമ്മൾ ലേസി ഇവാലുവേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. സോ അപ്പം ലേസി ഇവാലുവേഷൻ്റെ കേസിൽ റിപ്പീറ്റഡ് ഇവാലുവേഷൻ അലോ ചെയ്യുന്നുണ്ട്. ഓക്കെ. നമ്മൾ അവിടെ നേരത്തെ നോർമൽ ഓർഡർ പഠിച്ചതുപോലെ തന്നെ ഒന്നിലധികം തവണ ഒരേ എക്സ്പ്രഷൻ തന്നെ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. അലോസ് ദ ലാംഗ്വേജ് റൺ ടൈം ടു ഡിസ്കാർഡ് സബ് എക്സ്പ്രഷൻസിനെ വേണമെങ്കിൽ നമുക്ക് ഡിസ്കാർഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ലേസി ഇവാലുവേഷനകത്ത് ഉണ്ട്. ദാറ്റ് ആർ നോട്ട് ഡയറക്ട്ലി ലിങ്ക് ടു ദ ഫൈനൽ റിസൾട്ട് ഓഫ് ദി എക്സ്പ്രഷൻ. നമ്മുടെ ഫൈനൽ റിസൾട്ടിന് ആവശ്യമില്ലാത്ത സബ് എക്സ്പ്രഷൻസിനെ നമുക്ക് വേണമെങ്കിൽ എക്സിക്യൂഷൻ ടൈമിൽ റിമൂവ് ചെയ്യാനുള്ള പ്രൊവിഷൻ ലേസി ഇവാലുവേഷൻ സ്ട്രാറ്റജിയിൽ ഉണ്ട്. ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ടൈം കോംപ്ലക്സിറ്റി, ഒരു അൽഗോരിതത്തിൻ്റെ ടൈം കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യാനായിട്ട് ലേസി ഇവാലുവേഷൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം നമുക്ക് ടെമ്പററി കമ്പ്യൂട്ടേഷൻസും കണ്ടീഷണൽസും ഒന്നും നമുക്കവിടെ ആവശ്യം വരുന്നില്ല. അതെല്ലാം തന്നെ കളഞ്ഞു കഴിയുമ്പോഴത്തേനും അൽഗോരിതത്തിൻ്റെ ടൈം കോംപ്ലക്സിറ്റി വളരെയധികം കുറയ്ക്കാനായിട്ട് ലേസി ഇവാലുവേഷൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ലേസി ഇവാലുവേഷൻ ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ലോഡിംഗ് ഡേറ്റ വിച്ച് വിൽ ബി ഇൻഫ്രീക്വൻ്റ്ലി ആക്സസ്ഡ്. നമ്മൾ അധികം ആക്സസ് ചെയ്യാത്ത ഡേറ്റയെ ലോഡ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഇവാലുവേഷൻ സ്ട്രാറ്റജിയാണ് ലേസി ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇൻഫ്രീക്വൻ്റ് ആയിട്ട് ആക്സസ് ചെയ്യുന്ന ഡേറ്റ നമ്മൾ ലോഡ് ചെയ്ത് ഓൾറെഡി സൂക്ഷിച്ച് വെക്കേണ്ട കാര്യം വരുന്നില്ല. നമുക്ക് എപ്പോഴാണോ ആവശ്യം വരുന്നത് അന്നേരം മാത്രം എടുത്താൽ മതി, വേണ്ടാത്തതാണെങ്കിൽ എടുക്കുകയും വേണ്ട. അങ്ങനെ ഒരു ഗുണമുണ്ട് ലേസി ഇവാലുവേഷനിൽ. ഇപ്പോൾ ഹസ്കൽ, മിറണ്ട ഈ രണ്ട് ലാംഗ്വേജസിനകത്തും എല്ലാ ആർഗ്യുമെൻറ്റ്സും ഈ ലേസി ഇവാലുവേഷൻ രീതിയിലാണ് ചെയ്യുന്നത്. സോ അപ്പം ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഓൾ ആർഗ്യുമെൻറ്റ്സ് ഇൻ മിറണ്ട ആൻഡ് ഹസ്കൽ. അവൈലബിൾ ഇൻ സ്കീം ത്രൂ എക്സ്പ്ലിസിറ്റ് യൂസ് ഓഫ് ഡിലേ ആൻഡ് ഫോഴ്സ്. സ്കീം എന്ന് പറയുന്ന ലാംഗ്വേജിന് ഈ ലേസി ഇവാലുവേഷൻ പോസിബിൾ ആണ്. അങ്ങനെ ലേസി ഇവാലുവേഷൻ ചെയ്യിപ്പിക്കണമെങ്കിൽ അതിനകത്ത് ഡിലേ ആൻഡ് ഫോഴ്സ് എന്ന് പറയുന്ന രണ്ട് കീവേഡ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യിപ്പിക്കുന്നത്, ലേസി ഇവാലുവേഷൻ ചെയ്യിപ്പിക്കുന്നത്. ഡിലേയും ഫോഴ്സും. So delay and force constructs allows to use lazy evaluation in scheme. Scheme ലാംഗ്വേജിനകത്ത് ഡിലേ, ഫോഴ്സ് ഇത് രണ്ടും നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ലേസി ഇവാലുവേഷൻ സ്ട്രാറ്റജി അതിനകത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ EXPR എക്സ്പ്രഷൻ എന്നുള്ള ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ ഫംഗ്ഷനകത്ത് ആർഗ്യുമെൻറ്റ് അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ബോഡിക്കകത്ത് A+10 ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂ +10. ഓക്കെ. അപ്പോൾ ഇവിടെ ഡിലേ എന്നുള്ള ഒരു കീവേഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡിലേ കണ്ടു കഴിഞ്ഞാൽ ഇത് ആവശ്യമുള്ള സമയത്ത് മാത്രമേ ഇതിനെ ഇവാലുവേറ്റ് ചെയ്യത്തുള്ളൂ. ഫോഴ്സ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, ഫോഴ്സ് എക്സ്പ്രഷൻ ഇത് ഇവിടെ ഡിലേ കൊടുത്ത് വെച്ചേക്കുവാണ് അതിൻ്റെ ഏതിനകത്ത്, നമ്മുടെ ഫങ്ഷൻ ബോഡിക്കകത്ത്. എന്നിട്ട് ആ ഫങ്ഷനെ ഇവിടെ ഡിഫൈൻ A ആസ് 15. ഈ A എന്ന് പറയുന്ന ആർഗ്യുമെൻറ്റിനെ എന്നിട്ട് 15 ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇത് ആ ഫംഗ്ഷൻ്റെ ബോഡിയാണ്, ഇത് അതിൻ്റെ ആർഗ്യുമെൻറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. A = 15 എന്നുള്ള രീതിയിൽ ഡിഫൈൻ A ആസ് 15. ഓക്കെ.
ദെൻ ഈ ഫംഗ്ഷൻ നമുക്ക് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ഫോഴ്സ് എന്നുള്ള കീവേഡ് നമ്മൾ യൂസ് ചെയ്യണം. ഫോഴ്സ് എക്സ്പ്രഷൻ ആ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് ഫോഴ്സ് എന്നുള്ള കീവേഡും കൂടി ചേർത്ത് കോൾ ചെയ്താൽ മാത്രമേ ഇത് ഇവാലുവേറ്റ് ചെയ്തുള്ളൂ. അപ്പോൾ എയുടെ വാല്യൂ 15 ആണ്. 15 + 10 ചെയ്ത് 25 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. സോ ഡിലേ ബൈൻഡ്സ് ആൻ എക്സ്പ്രഷൻ ടു എ നെയിം. ഡിലേ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിനെ ആ എക്സ്പ്രഷനെ ഒരു നെയിമിലേക്ക് ബൈൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫോഴ്സസ് ദി ഇവാലുവേഷൻ ഓഫ് ദാറ്റ് എക്സ്പ്രഷൻ. അപ്പോൾ ഡിലേ നമ്മൾ കൊടുക്കുമ്പോൾ ഈ എക്സ്പ്രഷനെ ആക്ച്വലി ഈ ഫംഗ്ഷൻ്റെ പേരുമായിട്ട് ബൈൻഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഫംഗ്ഷൻ ഫോഴ്സ് യൂസ് ചെയ്ത് കോൾ ചെയ്യുന്ന സമയത്ത് ആ എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ ലേസി ഇവാലുവേഷൻ സ്കീമിനകത്ത് നടക്കുന്നത്, ഡിലേ ആൻഡ് ഫോഴ്സ് യൂസ് ചെയ്തിട്ട്. സോ സ്കീം സേവ്സ് ദ വാല്യൂ ഓഫ് ദി ഇവാലുവേറ്റഡ് എക്സ്പ്രഷൻ. ഇവാലുവേറ്റ് ചെയ്ത എക്സ്പ്രഷൻ്റെ വാല്യൂ സ്കീമിനകത്ത് സേവ് ചെയ്ത് വെച്ചേക്കുന്നു. സോ ഇഫ് ഫോഴ്സ് ഈസ് അഗെയിൻ കോൾഡ് ഇറ്റ് സിംപ്ലി റിട്ടേൺസ് ദ ക്യാഷ് വാല്യൂ. സോ അപ്പോൾ ഇതേ ഫംഗ്ഷൻ തന്നെ നമ്മൾ വീണ്ടും കോൾ ചെയ്യുകയാണെങ്കിൽ ഇത് വീണ്ടും നമ്മൾ എക്സ്പ്രഷൻ ഇവാലുവേഷൻ്റെ ആവശ്യം വരുന്നില്ല. സ്കീമിനകത്ത് ആ ഓൾറെഡി ഇവാലുവേറ്റഡ് എക്സ്പ്രഷൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കൊണ്ട് ഈ ഫോഴ്സ് യൂസ് ചെയ്ത് വീണ്ടും കോൾ ചെയ്യുന്ന സമയത്ത് ആ ക്യാഷ് ചെയ്ത് വെച്ചേക്കുന്ന വാല്യൂസ് ചുമ്മാ റിട്ടേൺ ചെയ്ത് കൊടുക്കത്ത് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ലേസി ഇവാലുവേഷൻ സ്കീമിനകത്ത് വർക്ക് ചെയ്യുന്നത്. ഇനി ലേസി ഇവാലുവേഷൻ യൂസ് ചെയ്യുമ്പോൾ ഉള്ള പ്രോബ്ലംസ് എന്താണെന്ന് വെച്ചാൽ ബിഹേവിയർ ഇൻ ദി പ്രസൻസ് ഓഫ് സൈഡ് ഇഫക്ട്സ്. അതായത് എന്താ പറയുക, നമ്മളിപ്പം പാസ് ചെയ്യുന്ന വാല്യൂവിനെ ബേസ് ചെയ്ത് റിസൾട്ട് വരുന്ന സമയത്ത് അതിനകത്ത് ചിലപ്പോൾ പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. If an argument contains a reference to a variable that may be modified by an assignment, then the value of the argument will depend on whether it is evaluated before or after the assignment. ഇതാണ് അവിടുത്തെ ആ ഒരു സൈഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ആർഗ്യുമെൻറ്റ് ഒരു വേരിയബിളിനെ റെഫർ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. എന്നിട്ട് ആ ആർഗ്യുമെൻറ്റിന് അതിൻ്റെ ഉള്ളിൽ ഒരു അസൈൻമെൻറ്റ് വെച്ചിട്ട് അതിൻ്റെ വാല്യൂ മോഡിഫൈ ചെയ്യുകയാണ്. അങ്ങനെ മോഡിഫൈ ചെയ്യുന്ന സമയത്ത് ആ ആർഗ്യുമെൻറ്റിൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തത് അസൈൻമെൻറ്റിന് മുമ്പാണോ അസൈൻമെൻറ്റിന് ശേഷമാണോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് ഒരു എക്സ്പ്രഷൻ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, എ എന്ന് പറയുന്ന ഒരു വാല്യൂ നമ്മൾ പാസ് ചെയ്ത് കൊടുത്തതിന് ശേഷം A+10 ആണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ദെൻ അതിന് മുമ്പേ തന്നെ A = 5 എന്നുള്ളൊരു വാല്യൂ നമ്മൾ അസൈൻ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത് ആ അസൈൻമെൻറ്റിന് മുമ്പാണെങ്കിൽ എയുടെ വാല്യൂ 10 ആയിട്ടായിരിക്കും എടുക്കുന്നത്. അസൈൻമെൻറ്റിന് ശേഷമാണെങ്കിൽ എയുടെ വാല്യൂ 5 ആയിട്ടായിരിക്കും എടുക്കുന്നത്. സോ അപ്പോൾ അതാണ് ഇവിടുത്തെ സൈഡ് ഇഫക്ട്സ് എന്ന് പറയുന്നത്. ഇഫ് ദ ആർഗ്യുമെൻറ്റ് കണ്ടെയ്ൻസ് ആൻ അസൈൻമെൻറ്റ്, വാല്യൂസ് എൽസ്വെയർ ഇൻ ദ പ്രോഗ്രാം മേ ഡിപ്പെൻഡ് ഓൺ വെൻ ഇവാലുവേഷൻ ഒക്കേഴ്സ്. ആ ആർഗ്യുമെൻറ്റിനകത്ത് അസൈൻമെൻറ്റ് കൊടുക്കുന്നുണ്ട് എങ്കിൽ ആ പ്രോഗ്രാമിനകത്ത് എവിടെ ആ വാല്യൂസ് വന്നാലും അതിൻ്റെ ഇവാലുവേഷൻ എവിടെയാണോ നടക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അതിൻ്റെ അസൈൻമെൻറ്റ് വരുന്നത്. Forces the language runtime to hold the evaluation of sub-expressions until it is required in the final result by creating things or delayed objects. അപ്പം ഇവിടെ നമ്മൾ ആ ഒരു ഇവാലുവേഷനെ പിന്നത്തേന് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഫോഴ്സ് എന്ന് പറയുന്ന ആ കീവേഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ആ എക്സ്പ്രഷനെ ഒരു നെയിമുമായിട്ട് ബൈൻഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. സോ അപ്പോൾ ആ ഒരു നെയിം തന്നെയാണ് നമ്മളിവിടെ ഡിലേഡ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. സോ അപ്പം ആ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത് വരെയും അവിടെ തങ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം ഫൈനൽ റിസൾട്ട് കിട്ടുന്നത് വരെയും. ഓക്കെ, അങ്ങനെ ഒരു പ്രോബ്ലം ലേസി ഇവാലുവേഷനിൽ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് ഇൻക്രീസസ് ദ സ്പേസ് കോംപ്ലക്സിറ്റി ഓഫ് ആൻ അൽഗോരിതം. ടൈം കോംപ്ലക്സിറ്റി കുറയ്ക്കുമെങ്കിൽ പോലും സ്പേസ് കോംപ്ലക്സിറ്റി കൂട്ടും ലേസി ഇവാലുവേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത്. Okay, so it is very difficult to find its performance because it contains tons of expressions before their execution. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു അൽഗോരിതത്തിൻ്റെ പെർഫോമൻസ് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇതിനകത്ത് പല എക്സ്പ്രഷൻസിൻ്റെ തങ്സൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ട് ഇപ്പോൾ സ്പേസ് കോംപ്ലക്സിറ്റി കൂടുകയും ചെയ്യും, ടൈം കോംപ്ലക്സിറ്റി കുറയുകയും ചെയ്യും. അപ്പോൾ പെർഫോമൻസ് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അതൊക്കെയാണ് ഈ ലേസി ഇവാലുവേഷൻ കൊണ്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത്. സോ ഇവിടെ ഇപ്പം ലേസി ഇവാലുവേഷൻ ഇൻ സ്കാല എന്ന് പറയുന്ന ലാംഗ്വേജിനകത്ത് എങ്ങനെയാണ് ലേസി ഇവാലുവേഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
സോ ഇവിടെ ഇപ്പോൾ 2 ഫങ്ഷൻസ് ഉണ്ട്. ലെസ് ദാൻ 30 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനുണ്ട്, മോർ ദാൻ 20 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനുണ്ട്. എന്നിട്ട് ഇതിനകത്ത് ചെക്ക് ചെയ്യുന്നതാണ് ഐ ലെസ് ദാൻ 30 ആണോ എന്ന് നോക്കുന്നു. ഐ ആണ് ഇവിടെ പാസ് ചെയ്ത് വന്നേക്കുന്നത്. ഐ ലെസ് ദാൻ 30 ആണോ എന്ന് നോക്കുന്നു. ആണെങ്കിൽ ഐ ലെസ് ദാൻ 30 എന്നുള്ള ഇത് പ്രിൻ്റ് ചെയ്യും. ഇവിടെ അല്ല പ്രിൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് റിട്ടേൺ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് ബൂളിയൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ, അതായത് ട്രൂ ഓർ ഫാൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഈ രണ്ടാമത്തെ ഫംഗ്ഷനിലാണെങ്കിൽ ഐ ഗ്രേറ്റർ ദാൻ 20 ആണോ എന്നാണ് നോക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ ഫംഗ്ഷനകത്ത്, ഇവിടെ മെയിനിനകത്ത് നമ്മൾ എ എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലിസ്റ്റിനകത്ത് A1 25 45 23 ഇങ്ങനെ 5 വാല്യൂസാണ് ഇത് ലിസ്റ്റിനകത്ത് ഉള്ളത്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ Q0 എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്തോട്ട് എ ഡോട്ട് വിത്ത് ഫിൽറ്റർ ലെസ് ദാൻ 30. ഓക്കെ, എ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലിസ്റ്റാണ്. ആ ലിസ്റ്റിനെ ലെസ് ദാൻ 30 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യുവാണ്. വിത്ത് ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്യുന്നു. കോൾ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? കോൾ ചെയ്യുന്ന സമയത്ത് ഇത് ലെസ് ദാൻ 30യിലേക്ക് പോകുന്നു. അവിടെ ഐ ലെസ് ദാൻ 30 ആണോ എന്ന് നോക്കുന്നുണ്ട്. സോ അപ്പം ഇവിടെ 1 ആണ് ആദ്യം പാസ് ചെയ്യുന്നത്. 1 ആണ് ഇവിടുത്തെ ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് ആ 1 ആണ് ആദ്യം ഇവിടെ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത്. സോ 1 ലെസ് ദാൻ 30, 1 മോർ ദാൻ 20. അത് 1 ലെസ് ദാൻ 30 ആണ്. 1 മോർ ദാൻ 20 ആണോ? അല്ല. സോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് പ്രിൻറ്റിങ്ങിൽ ഒന്നും വരുന്നില്ല. അതായത് ദ ഫസ്റ്റ് നമ്പർ ഇൻ ദ ലിസ്റ്റ് ഈസ് 1, ഈസ് 1 ലെസ് ദാൻ 30 എസ്, ഈസ് 1 ഗ്രേറ്റർ ദാൻ 20 നോ. സോ അവിടെ മൂവ് ഓൺ ടു നെക്സ്റ്റ് ഇത് അതാണ് വരുന്നത് ഇവിടെ. ഓക്കെ, അപ്പം ഇവിടെ പുതിയൊരു ലിസ്റ്റാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, Q0യ്ക്കകത്ത് ഈ ലെസ് ദാൻ 30 ആയിട്ടുള്ള നമ്പേഴ്സിൻ്റെ ഒരു ലിസ്റ്റാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ Q0യിൽ. ദെൻ ആ Q0 യൂസ് ചെയ്ത് മോർ ദാൻ 20 എടുക്കുകയാണ്. അപ്പോൾ മോർ ദാൻ 20യും ലെസ് ദാൻ 30യും ആയിട്ടുള്ള നമ്പേഴ്സായിരിക്കും Q1-നകത്ത് വരുന്നത്. എന്നിട്ട് ആ Q1-നെ പ്രിൻ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഇത് കിട്ടുന്ന സമയത്ത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഒന്നും വരുന്നില്ല. ദെൻ 25 ലെസ് ദാൻ 30, 25 മോർ ദാൻ 20. അപ്പോൾ ആ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് വാല്യൂ ആണ് 25നെ റിട്ടേൺ ചെയ്യുക. അപ്പോൾ ആ 25നെ അടുത്ത ആ ലിസ്റ്റിലേക്ക് കയറ്റുവാണ്. സെക്കൻഡ് നമ്പർ 25 ആണ്, ലെസ് ദാൻ 30 ആണ്, ഗ്രേറ്റർ ദാൻ 20 ആണ്. അതുകൊണ്ട് അത് ജസ്റ്റ് പ്രിൻ്റ് ചെയ്തു. അടുത്തത് സോ വി ഫൗണ്ട് എ നമ്പർ ദാറ്റ് മാച്ചസ് ബോത്ത് കണ്ടീഷൻസ്. സോ അതിനെ നമ്മൾ റിസൾട്ടിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. ദെൻ ഈ അൽഗോരിതം ബാക്കി എല്ലാ എലമെൻസിനും വേണ്ടി വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അടുത്ത് 40 ലെസ് ദാൻ 30 ആണോ നോക്കി. 40 ലെസ് ദാൻ 30 അല്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ ഫോൾസ് വന്നതുകൊണ്ട് പിന്നെ അടുത്തതിലേക്ക് ഇവാലുവേഷൻ പോകുന്നില്ല. സോ അടുത്ത നമ്പർ എടുത്തു 5 ലെസ് ദാൻ 30 ആണ്, പക്ഷേ മോർ ദാൻ 20 അല്ല. അപ്പോൾ അത് അവിടെ തീർന്നു. ഇനി അടുത്ത് 23 എന്ന് പറയുന്ന നമ്പർ എടുക്കുന്നു. 23 ലെസ് ദാൻ 30 ആണ്, 23 മോർ ദാൻ 20 ആണ്. സോ അതുകൊണ്ട് അത് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യപ്പെടും. അപ്പോൾ ഫൈനലി നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നതാണ് ഈ 25ഉം 23യും. ഇപ്പോൾ 25ഉം 23 ആയിരിക്കും ഇവിടെ ഈ Q1 എന്ന് പറയുന്ന ലിസ്റ്റിനകത്ത് വരുന്നത്. ഇങ്ങനെയാണ് സ്കാലയ്ക്കകത്ത് ലേസി ഇവാലുവേഷൻ നടത്തുന്നത്. സ്കാലയിൽ ലേസി അപ്രോച്ച് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സ്ട്രിക്റ്റ് ഇവാലുവേഷൻ വരുന്ന കേസ് എങ്ങനെയാണെന്നുള്ളതാണ്. സ്ട്രിക്റ്റ് ഇവാലുവേഷൻ വരുന്ന സംഭവത്ത് നമുക്കിവിടെ ഫിൽറ്റർ എന്നുള്ള ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് വിത്ത് ഫിൽറ്റർ എന്നുള്ളതും ഇവിടെ ഫിൽറ്റർ എന്നുള്ള ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് കോൾ ചെയ്യുന്നത്. സോ അപ്പോൾ അവിടെ കോൾ ചെയ്യുന്ന സമയത്ത് ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ആദ്യം 1 ലെസ് ദാൻ 30. ഓക്കെ, അപ്പോൾ 1 ലെസ് ദാൻ 30 കൊടുക്കുന്ന സമയത്ത് എല്ലാം തന്നെ, അതായത് ആദ്യത്തെ ലിസ്റ്റിനെ ആദ്യം ലെസ് ദാൻ 30 എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് അതിന് ശേഷം കിട്ടുന്ന റിസൾട്ടിനെയാണ് അടുത്ത് മോർ ദാൻ 20 എന്ന് പറയുന്ന ആ ഫംഗ്ഷനിലേക്ക് കൊടുക്കുന്നത്. അതാണ് വ്യത്യാസം. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെയും ഇവിടെയും പറഞ്ഞത് ഒരുപോലെ തന്നെയാണ്. Q0യ്ക്കകത്തോട്ട് എനെ ഫിൽട്ടർ ചെയ്ത് ഉള്ള വാല്യൂസ് എടുക്കുന്നുണ്ട്, Q1-നകത്ത് Q0യെ ഫിൽട്ടർ ചെയ്തുള്ള വാല്യൂസ് എടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഫൈനൽ റിസൾട്ട് പ്രിൻ്റ് ചെയ്യുന്നത്. പക്ഷേ
ലേസി ഇവാലുവേഷൻ്റെ കേസിൽ അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഓരോന്നിനെയും ആദ്യത്തെ ഇവാലുവേഷൻ ഓർഡർ വന്നപ്പോഴത്തേനും ആദ്യത്തെ ഫംഗ്ഷൻ ആദ്യം അപ്ലൈ ചെയ്തു, പിന്നെ രണ്ടാമത്തേത് അപ്ലൈ ചെയ്തു, പിന്നെ അത് ഉണ്ടെങ്കിൽ പ്രിൻ്റ് ചെയ്തു, അങ്ങനെ ആ ഒരു രീതിയായിരുന്നു. പക്ഷേ ഇവിടെ സ്ട്രിക്റ്റ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോഴത്തേന് ആദ്യം തന്നിരിക്കുന്ന ലിസ്റ്റിലുള്ള എല്ലാ എലമെൻറ്റ്സും ലെസ് ദാൻ 30 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലെസ് ദാൻ 30 ആയിട്ടുള്ള എല്ലാ എലമെൻറ്റ്സിനെയും Q0യിലേക്ക് എടുക്കും. ദെൻ ആ Q0 അപ്പോൾ ഓൾറെഡി അവിടെ Q0 ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ Q0യിൽ കിട്ടുന്ന ആ വാല്യൂ ആണ് പിന്നീട് മോർ ദാൻ 20യിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ അവിടുന്ന് മോർ ദാൻ 20 ആയിട്ടുള്ള വാല്യൂസാണ് Q1ലേക്ക് കിട്ടുന്നത്. Q1ലേക്ക് ആ വാല്യൂ കിട്ടിയതിന് ശേഷമാണ് ഈ ഒരു പ്രിൻറ്റിങ് അവിടെ നടക്കുന്നത്. അതാണ് സ്ട്രിക്റ്റ് ഇവാലുവേഷനിൽ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത്. സോ ഇപ്പോൾ 1 ലെസ് ദാൻ 30, 25 ലെസ് ദാൻ 30, 40 ലെസ് ദാൻ 30, 5 ലെസ് ദാൻ 30, 23 ലെസ് ദാൻ 30. ആദ്യം അത് ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞ് അത് Q0 ലേക്ക് വരുന്ന വാല്യൂസാണ് 1, 25, 5, 23 എന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമാണ് മോർ ദാൻ 20 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് മോർ ദാൻ 20യിൽ റിട്ടേൺ ചെയ്യുന്നതാണ് 25ഉം 23. അത് നമുക്ക് റിസൾട്ടായിട്ട് പ്രിൻറ്റ് ചെയ്ത് കിട്ടും. So the values are first run through the less than 30 function, and then the remaining values after that are run through the more than 20 function. So you can tell this from the order of the printed output, and because of the value 40 is not passed to more than 20 function. 40 നമ്മൾ മോർ ദാൻ 20 എന്ന് പറയുന്ന ആ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നില്ല, കാരണം അത് ലെസ് ദാൻ 30 അല്ലാത്തത് കൊണ്ട് അവിടുന്ന് തന്നെ അത് ഡിസ്കാർഡ് ചെയ്ത് പോയി. ഓക്കെ, അപ്പോൾ ഇതാണ് സ്കാലയിൽ നമ്മൾ സ്ട്രിക്റ്റ് ഇവാലുവേഷനും ലേസി ഇവാലുവേഷനും വരുന്ന കേസസ്. അപ്പോൾ ഇങ്ങനെ 2 ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ സ്ട്രാറ്റജീസാണ് നമുക്ക് മെയിനായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്ട്രിക്റ്റ് ഇവാലുവേഷനും ലേസി ഇവാലുവേഷനും. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. ഈ ഫങ്ഷൻസ് മൊത്തത്തിൽ അങ്ങ് കാണാതെ പഠിക്കണമെന്നല്ല, ജസ്റ്റ് ഒരു ഓവർവ്യൂ പോലെ നോക്കി വെക്കുക. നോക്കി വെച്ചിട്ട് അതനുസരിച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പഠിക്കുക. ഓക്കെ, സോ അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ദെൻ ബൈ, താങ്ക് യു.